നമസ്കാരം. JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. അവിടെയാണ് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്ന ഒരു സെൻസേഷണൽ ആയിട്ടുള്ളൊരു സെൻസേഷണൽ ഹിറ്റ് ഒരുപക്ഷെ സമയമെടുത്തോ സിനിമയുടെ ഒപ്പം വളർന്ന പാട്ടുകളാണ് എൻ്റെ കൂടുതലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു പാട്ട് വളരെ ഒരു തരംഗമായ ഒരു പാട്ടുകൾ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സിനിമകളെ സഹായിക്കുന്ന പാട്ടുകൾ, സിനിമ വളരുമ്പോൾ പാട്ടും വളരുന്നു. ഒരു സിനിമ എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള പല പാട്ടുകളും സിനിമ മോശമായപ്പോൾ അത് ആരും കേട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. നടക്കുന്ന എന്തും വളരെ പോസിറ്റീവായിട്ടാണ് നടക്കുന്നതെല്ലാം ബോണസാണ് തീർച്ചയായിട്ടും. അല്ലേ? ഉദാഹരണം, താങ്കൾ ഇതിന്റെ ഒരു 1000-1 പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇല്ല, ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ വളരെ മത്സരം നടക്കുന്ന ഒരു മേഖലയാണ് സിനിമ. അതിനകത്തെ ഗ്ലാമർ, അതിനകത്തെ പണം, അതിനകത്തെ പ്രശസ്തി എല്ലാം വലിയ പ്രധാനപ്പെട്ട ഘടകങ്ങൾ. പക്ഷെ പിന്നീട് അദ്ദേഹത്തിൻ്റെ അടുത്ത ചിത്രം സോൾട്ട് ആൻഡ് പെപ്പർ, അതിൽ ബിജുപാൽ തകർത്തു. ഒരുപക്ഷെ താങ്കൾക്ക് ഉണ്ടായ ഒരു പരിഭവം ഇൻവോട്ടർ കോപ്പ അതിനെ നികത്തുന്ന ഒരു പാട്ടായിട്ട് അംഗീകാരമാണ് അത് കിട്ടിയത്. സോൾട്ട് ആൻഡ് പെപ്പർ എന്നുള്ള സിനിമ തന്നെ ഒരു പുതിയൊരു ഭാവുകത്വം സൃഷ്ടിച്ചു. അതിലെ പാട്ടുകളും അതുപോലെ തന്നെ മലയാളിയുടെ ചുണ്ടിൽ ഇങ്ങനെ തത്തിക്കളിച്ചു. അതൊരു ഇവൻ്റാണ്. അത്തരം എനിക്കൊരു ഹാപ്പനിങ് എന്ന് പറയുന്ന ഒരു മാജിക്കലാണ്. അത്തരം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. അവർ ചെറിയൊരു സിനിമ ചെയ്യാൻ പോകുന്നു. ആ സിനിമയെ കുറിച്ച് പ്രത്യേകിച്ച് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. വളരെ ചെറിയൊരു സിനിമയെ കുറിച്ച് അങ്ങനെ ധാരണകൾ പ്രത്യേകിച്ച് ഈ സിനിമയിൽ കാസ്റ്റ് ഒക്കെ നോക്കുമ്പോൾ ഒന്നുമില്ല. അപ്പോൾ ഒന്നും പ്രതീക്ഷിക്കാൻ വലിയ വകയില്ല. അതെ. പക്ഷേ ആഷിഖ് എന്നോട് കമ്പോസ് ചെയ്യുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ഈ ആളുകൾക്ക് ഇഷ്ടപ്പെടണം. നേരത്തെ രഞ്ജിത്ത് സാർ പറഞ്ഞതുപോലെ അത്രയും ഇതല്ലെങ്കിൽ കുറച്ചുകൂടി മനോഹരമായിട്ട് അദ്ദേഹം പറഞ്ഞ വെച്ചാൽ ആളുകൾക്ക് ഇഷ്ടപ്പെടണം എന്നുള്ളൊരു ടെൻഷൻ വേണ്ട. ഐഡന്റിറ്റിയുടെ കാര്യത്തിൽ ഞാൻ ഒരാളും കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം വരുന്നുണ്ട്. ബിജി ഒരു സിനിമാ ഗാനവും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒരുപോലെ ഗംഭീരമായിട്ട് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്, ഒരു കമ്പോസറാണ്. പക്ഷേ അതിനുശേഷം ആ പാട്ട് അങ്ങനെ അതിന് മറ്റു മാണിക്യച്ചിറകുള്ള പാട്ടാണ് ഹിറ്റായത്. ഈ പാട്ട് അധികം ശ്രദ്ധിക്കപ്പെട്ടില്ല. അത് അതിലെനിക്ക് ഒരു ഈ പറഞ്ഞ പോലെ ഒരു നിരാശ ഉണ്ടായിരുന്നു. ആ പാട്ട് എന്തുകൊണ്ട് ആഘോഷിക്കപ്പെട്ടില്ല. പക്ഷേ എനിക്ക് സന്തോഷം തോന്നിയത് ഞാൻ ഡൽഹിയിലൊരു തിയേറ്റർ ഫെസ്റ്റിവലിന് പോയി. അവിടെ തിയേറ്റർ ഫെസ്റ്റിവലിന് പോയപ്പോൾ അവിടുത്തെ ഒരു സ്കൂൾ ഓഫ് ഡ്രാമയിലെ പിള്ളേർ, പല ഭാഷയിൽ നിന്നുള്ള പിള്ളേർ എൻ്റെ കൈ തന്നിട്ട് പറഞ്ഞു, ഞങ്ങളിത് കേൾക്കാണ്, പലപ്പോഴും ഈ ഗ്രാസൊക്കെ വഹിക്കുമ്പോൾ ഞങ്ങളിത് കേൾക്കാണ്. അപ്പോൾ എനിക്ക് വല്ലാതെ സന്തോഷം തോന്നി. മഞ്ഞിൽ കുളിച്ചു കുളിരാർന്നൊരാതിരത്തെന്നൽ കുറുനിരയൊന്നു മൂകരണം മുന്തിരി ചാറു പിഴിയുന്ന മൂവന്തിയൊന്നായി ചിരട്ടയിൽ ഇത്തിരി മോന്തണം. ഞാൻ 2 ചെയ്തിട്ടുണ്ട്, പക്ഷെ വളരെ മോശം അഭിപ്രായമാണ് അതിനെക്കുറിച്ച് എനിക്കുള്ളത്. ഞാൻ അല്ലിയാമ്പൽ കടവിൽ എന്നുള്ള പാട്ട് ചെയ്തിട്ടുണ്ട്, കണ്ണും കണ്ണും എന്നുള്ള പാട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യില്ലെന്നാണ് തീരുമാനിച്ചത്. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അത് ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം നമ്മൾ അവിടെ കേവലം ഒരു ഓർക്കസ്ട്ര അറേഞ്ചറായി മാത്രം മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പാട്ടുകൾ സൃഷ്ടി എന്ന് പറയുന്നത് വേറെ വലിയ വെറ്ററൻസ് ചെയ്തുകൊണ്ട് 2 പാട്ടുകൾ ബിജുപാൽ ചെയ്തു. അത് ഞാൻ ആദ്യമായിട്ട് ആവശ്യപ്പെട്ട അല്ലിയാമ്പൽ എന്നുള്ള പാട്ടാണ്. ഞാൻ അന്ന് സംവിധായകനോട്, ജയരാജ് സാറിനോട് പറഞ്ഞിരുന്നു, അത് വേറെ ഒരു പുതിയ പാട്ട് ചെയ്താൽ പോരെ, ലൗഡ് സ്പീക്കർ. അപ്പോൾ അദ്ദേഹം അത് ന്യായീകരിച്ചു. അതിനകത്ത് ക്യാരക്ടർ ആമ്പൽ പൂവിനോട് ഇഷ്ടം, അപ്പോൾ ആമ്പൽ പൂവേ എന്നുള്ള പാട്ടോ അല്ലെങ്കിൽ അല്ലിയാമ്പൽ പാട്ട്. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു കുറ്റബോധം തോന്നി. ബിച്ചു തിരുമല സാറിനെ കാണുമ്പോൾ അദ്ദേഹം അത് തന്നെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അത് ഞാനിപ്പോൾ കഴിഞ്ഞ ഒരു പാട്ടെൻ്റെ ചെയ്തിട്ട് ഞാൻ കേസ് കൊടുത്തിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാക്സിമം ഇങ്ങനെ ഒരു ആവശ്യം വന്നതുകൊണ്ടും ഞാനത് ഏറ്റതുകൊണ്ടും അങ്ങനെ ചെയ്യേണ്ടി വരികയാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അവർ എന്നോട് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഒരു മാനസികമായിട്ടുള്ള ഒരു ഇതിന് വേണ്ടിയാണ് സാറിൻ്റെ അടുത്ത് വന്നത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം സമ്മതിച്ചു. ഓക്കെ, ഒരു മൗനാനുവാദം എന്നുള്ള രീതിയിൽ അദ്ദേഹം സമ്മതിച്ചു.
പക്ഷെ അന്ന് ഞാൻ തീരുമാനിച്ചു എനിക്കിനി വേറൊരു പാട്ടും ചെയ്യാൻ പറ്റില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. കാരണം നമ്മൾ എന്തായാലും കണ്ണും കണ്ണും എന്നുള്ള പാട്ട് അന്ന് ചെയ്ത സുഖം ഞാൻ ചെയ്തപ്പോൾ ഉണ്ടായില്ലെന്നുള്ള സത്യമാണ്.